ഗൈസ് അപ്പോൾ നമ്മളെല്ലാവരും വോയിസ് ഓവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന വോയിസ് ഓവർ വീഡിയോസ് ഗൈസ്. അപ്പോൾ നമ്മളുണ്ടല്ലോ, അപ്പോൾ ഗൈസ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ വോയിസ് ഓവർ വീഡിയോസും സ്റ്റാർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിതാ അത് ചാടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് റൗണ്ട് തന്നെ നമ്മൾ MVP അടിച്ചോ, എയ്സ് അടിച്ചു എന്നാണ് ഗൈസ്. നമ്മൾ കഴിഞ്ഞ റൗണ്ട് ഒരു എയ്സ് അടിച്ചിരുന്നു. അല്ല, ക്ലാഷ് സ്ക്വാഡ് തന്നെയാണ് ഗൈസ്. അപ്പോൾ ക്ലാഷ് സ്ക്വാഡിൽ നമ്മൾ എയ്സ് ഒക്കെ അടിക്കലുണ്ട്. സീനല്ലേ നമ്മൾ ഓൻ്റെ കാര്യം കട്ടപ്പോൾ കേൾക്കിട്ടുണ്ട്. ഇതോ വേറൊരുത്തൻ സ്കോപ്പാടാ, പെട്ടെന്ന് സ്കോപ്പ് ചെയ്യുന്നുണ്ട്. സ്കോപ്പ് ഉണ്ടാ ഫയർ ബട്ടൻ്റെ തൊട്ടെടുക്കുക. അതിനൊരു സേഫ്റ്റിക്ക് വേണ്ടി വെച്ചതാ. പക്ഷെ അതിപ്പോൾ ചില സമയത്ത് പണി തരും. കുഴപ്പമൊന്നുമില്ല, നമ്മളങ്ങനെ സീൻ പ്ലെയറൊക്കെ അല്ലേ. പക്ഷെ നമ്മളെക്കാളും വലുതാണ് അക്ഷയ് സെറ്റും റൈസ് സ്റ്റാറൊക്കെ. ഞാൻ അക്ഷയ് സെറ്റിൻ്റെ വലിയൊരു ഫാനാണ്. അപ്പോൾ സീനൊക്കെ അടിച്ചിട്ടൊക്കെ ഉണ്ട്. വീഡിയോസ് അക്ഷയ് സെറ്റ് കാണുന്നുണ്ടെങ്കിൽ ഒറ്റൊരു കാര്യമൊക്കെ പറയാൻ വേറൊന്നല്ല, അക്ഷയ് സെറ്റ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അക്ഷയ് സെറ്റിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ഈ ചാനലും പാടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളിൻ. അപ്പം ഗെയ്സ് അറിയാതെ നിങ്ങൾ ഹെഡിൽ സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ സോറി. അപ്പം നമ്മളേതായാലും വീണ്ടും ഇത് ഇത്തിരി നേരം ചിലപ്പോൾ പൗസൊക്കെ ആയി വിചാരിക്കും ഗെയ്സ്. അപ്പോൾ നമ്മളിങ്ങനെ വീണ്ടും വീഡിയോ എടുക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ എടുക്കലല്ല ഗെയ്സ്, വോയിസ് ഓവർ ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഗെയ്സ് നമ്മൾ ഇത് കൂടെ മെല്ലെ പോകണുണ്ടാക്കണം ഗെയ്സ്. ഇനി കാണാൻ ഭാഗ്യം കേട്ടോ. നമുക്ക് EP എടുക്കാൻ പതുക്കെ ഓറിയോണിൻ്റെ പവർ എന്തൊക്കെയാണെന്ന് മെഡിക്കറ്റ് വർക്ക് ഗെയ്സ്. പെട്ടെന്ന് പേടിച്ചിട്ടോ. ഇവൻ നോക്കാക്കിയത് നന്നായി. നമ്മൾ ടാപ്പ് ടു സ്വിച്ച് ഞെക്കിയിട്ടില്ല. മേലെ കയറല്ലേ, ഞെക്കണോ അയ്യോ മറന്നു വേടാ നോക്കാടാ ഗെയ്സ്. ഞാൻ സത്യം പറഞ്ഞാൽ ഗെയിം പ്ലേയിൽ അപ്പോഴായിരുന്നു അറിയാനൊക്കെയിരുന്നു. കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഇവൻ ഒരു റൗണ്ടൊക്കെ ആരെടുത്താലും നമുക്ക് സീനില്ല. ഇവൻ നമ്മുടെ ടീംമേറ്റ് തന്നെ ഗെയ്സ്. അവനൊക്കെ അവസാനിപ്പിച്ചൂടെ? മറ്റേ ഒരുത്തൻ ഈ റൗണ്ട് ജയിക്കണം, നമ്മൾ തോപ്പിച്ചല്ലോടാ. ഇവന്മാരൊക്കെ തോപ്പിക്കും എന്നാടാ തോന്നണേ. ചാകപ്പാട സീനാവുന്നു, പേടിയാവുന്നുണ്ട് ഗെയ്സ്. സീമോനെ ഡബിൾ ടേക്ക് ഡൗൺ. ഇവൻ നേരത്തെ കുറേ നോക്കിട്ടാണ് തോന്നണത്. നേരത്തെ അഴിഞ്ഞുപോയാൽ ചിലപ്പോൾ ഇവൻ്റെ നോക്ക് തന്നെ ആവും. ഇവൻ നോക്കെടുത്ത ഇതുണ്ടാവും. ഇവൻ അടിക്ക് വരാൻ കാത്തിരിക്കുക ഗെയ്സ്. എന്തിനാന്ന് മാത്രമേ അത്ര മനസ്സിലായിട്ടില്ല. അടിക്ക് വരുമ്പോൾ എന്താ മുട്ടും കാല് നോക്കി പൊട്ടിക്കാനാണോ ഒന്നറിയില്ല ഗെയ്സ്. തൽക്കാലത്തേക്ക് ഏതായാലും ചാടി മനസ്സിലായി. ചാടുന്നെങ്ങാനും എന്നെടുത്ത് അടിക്കണ ഇത്ര ടഫാണല്ലോ. അതുകൊണ്ട് ഇവൻ അങ്ങനെ റൗണ്ട് എടുക്കും ഗെയ്സ്. ഇവൻ അല്ലെങ്കിലും നമ്മുടെ സ്ക്വാഡ് ഇവന് ഇത്തിരി ബുദ്ധിയുണ്ട് ഗെയ്സ്. നമ്മളെ പല സ്ക്വാഡും ഉണ്ട്. എല്ലാ സ്ക്വാഡിലും മെയിൻ മെമ്പർ ഒരാളാണ്. നമ്മളേതായാലും AWY എടുക്കണം ഗെയ്സ്. മെയിൻ മെമ്പറിൻ്റെ പേര് പറഞ്ഞുതരാം. ദ വൺ ആൻഡ് ഓൺലി ഗൂഗിൾ. അവൻ്റെ ഈ ഒറോറ 3T7 അങ്ങനെ എന്തൊക്കെയാണ് പേര്. പക്ഷേ ഇപ്പോൾ ഓനെ നെയിം ചേഞ്ചിങ് കാർഡ് കിട്ടി. ഓൻ നെയിം ചേഞ്ച് ചെയ്തു ഗെയ്സ്. നെയിം ചേഞ്ചിങ് കാർഡ് 2 തവണ കിട്ടി. പക്ഷെ ഉപയോഗിച്ചപ്പോൾ നോ എക്സിസ്റ്റിങ് അങ്ങനെ എന്തോ പറഞ്ഞത് കാരണം നെയിം ചേഞ്ച് ആക്കാൻ പറ്റില്ല ഗെയ്സ്. ഏതായാലും നമ്മൾ ഇത് G36 ഒക്കെ എടുത്ത് സീനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റൗണ്ട് എടുത്താൽ നമ്മൾ ജയിച്ചു ഗെയ്സ്. സീനാക്കണം എങ്ങനെയാലും നമുക്ക് ഈ റൗണ്ട് പൊളിക്കണം. നമുക്ക് എല്ലാവരും ഈ ഇടയിട്ട് ഈ ഗോകുലിനും വിളിക്കാൻ കണ്ട ഓരോ നേരമുണ്ടോ? ഷോന്റെ കാര്യം പിന്നെ നോക്കാം ഗെയ്സ്. നോക്കാക്കിടാ ഈ ഗോകുലില്ലേ നമ്മളെ ഇനിയിപ്പോൾ ഓൻ്റെ കോൾ എടുക്കാം ഗെയ്സ്. നമുക്ക് ഗോകുലെ നമുക്ക് ഗെയിം കളിക്കുന്നതിൻ്റെ ഒപ്പം ഓൻ്റെ കോൾ എടുക്കാം. അതാണ് നല്ലത്. ഗോകുലെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ ഗെയ്സ്. കോളൊക്കെ ഞാൻ ഗെയിം പ്ലേയിലൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പം നമ്മളേതായാലും ഈ റൗണ്ട് അവന്മാരെടുത്താ ഇല്ല സീനാക്കണം. നമുക്ക് ഈ റൗണ്ട് എടുക്കണം. ഇവൻ്റെ കയ്യിലാണ് ഗെയ്സിൻ്റെ റൗണ്ട് ഉള്ളത്. ഇവൻ എടുത്തു എന്നാണ് തോന്നുന്നത് കേട്ടോ.
ഏതായാലും ഇവൻ്റെ കാര്യം നോക്കി ബാക്കിയുള്ളവന്മാരുടെ ഡാ സൈഡിൽ എടാ സോറി പിന്നിൽ ഇവനെന്തോന്ന് കണ്ണുണ്ടൂടെ ഇതോ ഇപ്പോൾ പിന്നിക്ക് ഒരുത്തൻ ചാടിയതേ ഉള്ളൂ. ഇനി ഇവൻ കറങ്ങി വന്നടിക്കും. അവനെ കറങ്ങി വന്നടിക്കേണ്ട കാര്യമില്ല. ഫസ്റ്റ് കറങ്ങി വന്നടിക്കാനൊക്കെ നോക്കിയവനാ കുടുങ്ങിയില്ലേ. സമാധാനം ഇപ്പോൾ അവന്. ഏതായാലും ഇവൻ ഒരു റൗണ്ട് എടുത്തു. ഈ റൗണ്ട് എടുക്കില്ല കേട്ടോ. നമ്മൾ എടുക്കാൻ സമ്മതിക്കില്ല. MB40 ഡെസേർട്ട് എടുക്കാം. വെറുതെ ഡെസേർട്ട് പ്ലെയറൊക്കെ തന്നെയാണ് നമ്മൾ. ഏതായാലും ഇനി എന്തൊക്കെ നടക്കുമോ എന്തായാലും ഇപ്പം ഡെസേർട്ടും പിടിച്ചിരിക്കുക. എടുക്കേണ്ട ടൈമിൽ കറക്റ്റ് ഗണ്ണെടുത്ത് അടിക്കണം. അതാണൊരു ഇത്. പക്ഷെ നടന്നാൽ മതി. അപ്പോൾ MB40 എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളങ്ങനെ. എനിക്കിത് ജലദോഷമൊക്കെ ഉണ്ടായത് കാരണമാണ് ഈ സൗണ്ടിൻ്റെ പ്രശ്നം. അപ്പോൾ ഗീസ് ഒരുത്തൻ ചാടി അടുത്തവനെ പാടെ നോക്കാം. അടുത്ത നോക്ക് ഇവനെ നോക്ക്. ഇനി നമ്മള് ജയിക്കുക ഗീസ്. എടാ റിവൈവ് ആകല്ലേ ഓനെ ചെന്നടിക്കടാ. ബുദ്ധിയുള്ളതുകൊണ്ട് ഓന് ഇവനെ കാണുകയും ചെയ്തു, ഒന്ന് ബൂയ അടിക്കുകയും ചെയ്തു. നമ്മളങ്ങനെ ബൂയ അടിച്ച് ഗീസ് സീനല്ലേ. അയ്യവാ ഇനി MVP ഞാൻ തന്നെ ഗീസ് അടിച്ചിട്ടുണ്ടാവും. 2 പേർക്കിട്ട് ഞാൻ പൊടിച്ചുള്ളൂ. ഞാൻ തന്നെ MVPക്ക് അറിയാം ഗീസ്. ഇതല്ലേ നമ്മൾ ഹല്ലേലെ സീന ഗീസ്. അപ്പോൾ സിൽവറിന് നമുക്ക് സത്യം പറഞ്ഞാൽ ഇന്നത്തേക്കൊക്കെ അത് വേറെ ഗെയിം പ്ലാൻ ഗീസ്. ഞാൻ വോയിസ് ഓവർ ആക്കി ഇട്ടതാ. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം നമുക്ക്.